ഹായ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കുറേ വീഡിയോസ് എക്സ്പോസ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. പക്ഷെ എന്നിരുന്നാലും ഇത് പറയേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRC ഗ്യാങ് തൊപ്പി എന്ന് പറയുന്നൊരു ഗ്യാങ്ങിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതെന്തോ ആയിക്കോട്ടെ, വാട്ടെവർ, അവർ MRC ആരാന്നോ തൊപ്പി ആരാന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നുമല്ല നമ്മുടെ വിഷയം. അവരുണ്ടാക്കിയ കോലാഹലങ്ങളും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ചിട്ട് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് മറ്റേ ഫേക്കായിട്ടുള്ള തമ്പനെയിൽസും മറ്റും ഇട്ടുകൊണ്ട് അവരുണ്ടാക്കുന്ന വീഡിയോ, അതായത് സോഷ്യൽ മീഡിയ ചുരുക്കി പറഞ്ഞാൽ തുറക്കാൻ വയ്യ. ഒരു വാട്സപ്പോ ഒക്കെ, ഒരു യൂട്യൂബോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും തുറക്കാൻ വയ്യ. ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള കണ്ടൻസ് ആയിരുന്നു. വൾഗറായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാമെന്നൊക്കെ പറയില്ലേ, അവരോ അപരാധിച്ചു പോയി. കാരണം ഇപ്പോൾ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക, സ്ക്രോൾ ചെയ്ത് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അൺഫോളോ ചെയ്ത് പോകാം. പക്ഷെ ഇത് എല്ലാവരും എടുത്തിട്ട് അതിൽ വ്ളോഗ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈഗിള്, പിന്നെ സായി, അങ്ങനെ ഓരോരുത്തർ, പിന്നെ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായിൻ്റെ മക്കളൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ പുതിയ തലമുറകൾ. ഒരു ഓർമ്മ ഉണ്ട്, ഈ തൊപ്പി എന്ന് പറഞ്ഞ നിഹാദിനെ മറ്റേ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞു നടന്നിരുന്ന കുറേ ഭീകരി പിള്ളേർ. അപ്പോൾ ഇതിന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇങ്ങനത്തെ നായിൻ്റെ മക്കളെ വീഡിയോസും കാര്യങ്ങളും ഒന്ന് കാണാതിപ്പോൾ എന്താണ് ഇവർ കണ്ടൻറ്? എന്താ കുറേ ആൾക്കാർ ഒരു കസേരട്ട് അതിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ഈ അപരാധിച്ച കഥകൾ പറയണതോ? അതാണ് കണ്ടൻറ്? ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഇവരൊക്കെ ഒന്നിച്ചിരുന്നിട്ട് കാട്ടിക്കൂട്ടിയ കാണലാണുള്ളത്. ഒരുത്ത ഇരുന്നിട്ട് റൂമിലുള്ളപ്പോൾ ഇരുന്ന് പിടിച്ച കൈ പിടിച്ച് കുലുക്കി കളിക്കുന്ന വീഡിയോ എടുത്തിടുക, മറ്റോ സാമാനം കൈ പിടിച്ച് നിൽക്കുന്ന വീഡിയോ. അത് കഴിഞ്ഞ് മറ്റേ അവൻ വേറെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് സെക്സ് ചെയ്തു എന്നോ, അല്ലെങ്കിൽ അത് ചെയ്തു എന്നോ, ഇത് ചെയ്തു എന്നോ, കള്ളു കുടിച്ചു എന്നോ, കല്ലടിച്ചു എന്നോ, അതൊക്കെ പറഞ്ഞിട്ട് അത് വീഡിയോ ചെയ്യുക. പരസ്യമായി ഷമീർ എന്ന് പറയുന്ന നായിൻ്റെ മോൻ, ഒന്ന് പറഞ്ഞാൽ എല്ലാവരോടും, അതിലാരും നല്ലവരൊന്നുമില്ല, ഷമീർ എന്ന് പറയുന്ന നായിൻ്റെ മോൻ, അവൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പരസ്യമായിട്ട് കമൻസ് അതിൽ വായിക്കുന്ന എന്താ പെൺപിള്ളേരെ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ വച്ചക്ക് തെറി പറയുന്നതും എക്സ്പോസ് ചെയ്തിട്ട് പറയുന്നത് എന്താണത്? മറ്റോ ഇവൻ ചെയ്യുന്നത് എക്സ്പോസ് ചെയ്ത് പറയുന്നു. പിന്നെ മമ്മു എന്ന് പറയുന്നത് പട്ടി നായിൻ്റെ മോൻ, ഒന്ന് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ വിശാവനാണ്. കാരണം അവൻ വലിയ വീമ്പളക്കിയിട്ട് വർത്തമാനം പറഞ്ഞു. കാരണം എന്താ വീട്ടിൽ മറ്റേ കുളിമുറിയിലെത്തി നോക്കിയ കാര്യങ്ങളും കഥകളും അന്നൊക്കെ എല്ലാവരും എടുത്തിട്ട് അവൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് തലയിലേറ്റ് വെച്ചു. എന്താ ഇൻ്റർവ്യൂ വിളിക്കലും അതും ഇതും. ഒന്ന് നിഹാദ് എന്ന് പറയണത് അവൻ എന്തോ ആയിക്കോട്ടെ, ആരെയും അതിൽ നമ്പാൻ പറ്റില്ല, ഒക്കെ ചെറ്റകളാണ്. റാംബോ, നിഹാദ്, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷമീർ, പിന്നെ ഈ മൊട്ടച്ചെറുക്കത്തെ മമ്മു. എന്താണ് ഇവരൊക്കെ ലെവൽ? എന്താണ് ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എന്താ? സർക്കാരിനോട് ഒറ്റ കാര്യം പറയുള്ളൂ, ഈ വക നായിൻ്റെ മക്കളൊക്കെ കാരണം എല്ലാത്തിനെയും ഓപ്പറേഷൻ തൂഫാൻ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഉള്ളിലിടുക. കാരണം അവരെന്നെ പരസ്പരം തെളിവുകൾ തന്നിട്ടുണ്ട്. അപരാധിക്കാൻ ഒരുപാട് ആൾക്കാർ. ഒന്ന്, രണ്ടാമത് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഫസ്മിന, അവളാരാ? മറ്റേ വേശ്യകളുടെ ചാരിത്ര പ്രസംഗം പറയില്ലേ, അതുപോലെ. കാരണം എല്ലാതും അവരതിച്ചുണ്ടാക്കി പോയതാണ്. ഈ തൊപ്പി എന്ന് പറയുന്ന അവൻ എത്ര കുരുത്തം കെട്ടാനില്ല, ഇവരൊക്കെ കൂടെ നിൽക്കട്ടെ കാണിച്ച് കണ്ണന്തരിവിടെ എന്തോ കാണിച്ചു. ഇതിൽ ചിന്തിക്കേണ്ട കാര്യം ഒന്നാണ്. കാരണം പരസ്പരം ഒന്നായിരുന്നപ്പോൾ തന്നെ ഇവർ പരസ്പരം പാറ വെച്ചുകൊണ്ട് എല്ലാവരും വീഡിയോസും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവിൽ വന്നിട്ട് കരഞ്ഞ് വേറെ ഒരുത്തണ്ടല്ലോ, എന്താ മീശ കണ്ണിനകത്ത് മീശ വെച്ചിട്ട് ഒരുത്തൻ, ജാസി. ഞാൻ മറ്റേ അങ്ങനെ ആക്കിയിട്ട് ഉമ്മ കാണും, എൻ്റെ പെങ്ങൾ കാണും, മറ്റേത് കാണും, മറിച്ചത് കാണും പറഞ്ഞിട്ട് സാമാനം അടിച്ചിട്ട് നായിൻ്റെ മോൻ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്. അവൻ ഈ ചെയ്യുന്നതും പറയുന്നതും കാണില്ല. ഇതൊക്കെ അപരാധിച്ച് കൂട്ടുമ്പോൾ ആലോചിക്കണ്ടേ, പെങ്ങന്മാരുണ്ട്, ഉമ്മ ഉണ്ട് എന്നെല്ലാവരും. അപ്പോൾ ഇതിൽ പ്രതികരിക്കാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് പറഞ്ഞ സാമാനം എല്ലാവരും ഫോണിലുണ്ട്. ഇപ്പം നമ്മളെ ഉമ്മയും പെങ്ങന്മാർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നായിൻ്റെ മക്കളും ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും കാണുന്ന. അപ്പോൾ ഇത് കാണുമ്പോൾ അവരെന്താ ചിന്തിക്കുക? അപ്പം ദയവ് ചെയ്തിട്ട് സർക്കാരിനോട് പറയാനുള്ള ഒറ്റ കാര്യം, ഒക്കത്തിനും ബുക്കെടുത്താകത്തില്ല. ഒരുപാട് വകുപ്പുകളുണ്ട്, പോക്സോ കേസുണ്ട്, പിന്നെ ലഹരി ഉപയോഗിച്ചതുണ്ട്, എല്ലാവിധ വകുപ്പുകളും ചേർത്തിട്ടുള്ള തെളിവൊക്കെ അവരെന്നെ തന്നിട്ടുണ്ട്.
ഇതിലുള്ള പൊന്നു മക്കളെ കുഞ്ഞുങ്ങളോടൊന്നും പറയുള്ളൂ, ചെറിയ ചെറുക്കന്മാരോട് പറയുള്ളൂ, ഇവന്മാരൊന്നും കണ്ടുപിടിക്കരുത്. നമുക്ക് അനാവശ്യമായിട്ട് ഒരു പൈസയും വേണ്ട, ഒരു ഇൻഫ്ലുവൻസർ ആവേണ്ട, ഒരു മറ്റേതോ ആവണ്ട. നേരം പോലെ പഠിക്കുക, പണിക്കുക, പൈസ ഉണ്ടാക്കുക, അവനവൻ്റെ കാര്യങ്ങൾ നടത്തുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. കാരണം നമുക്ക് അർഹതപ്പെടാതെ കിട്ടുന്ന പൈസ ഒക്കെ അത് വേറെ രീതിക്ക് പോകും. എന്നല്ലെങ്കിൽ നാളെ നമ്മളെ പൊക്കി തലയിൽ വെച്ചവരൊക്കെ തന്നെ നമ്മളടുത്ത് താഴ്ത്തിട്ട് ചവിട്ടും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ സംഭവം. ആലോചിച്ചൊക്കെ എന്തൊക്കെയാണ് അവരെ കളി. ഒരു വണ്ടി എടുക്കണ്, വീട് എടുക്കണ്, വീട്ടിലേക്ക് ആൾക്കാർ വരുന്നു, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണ്, ഇവർ ഭയങ്കര സംഭവങ്ങളാക്കണ്. എന്തായി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നല്ല ജീവിതം. അപ്പോൾ കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇതിനെതിരെ ശക്തമായിട്ട്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് മുമ്പ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇവരെ വിറ്റിട്ട് തിന്നാൻ നടക്കണം. ഒന്ന് അബ്ദുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒക്കെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തൊപ്പി മറ്റേ അതാക്കി ഇതാക്കി തൊപ്പിനെ മറ്റേക്ക് അടിച്ചു ഇതടിച്ചു. നാണല്ലട നായിൻ്റെ മക്കളെ. കാരണം ഈ വക ചെറ്റ കേസുകൾ എടുത്തിട്ട് പിന്നെ അത് എന്നിട്ടിട്ട് തീട്ടുന്ന നമ്മൾ തിന്നാൻ. ഒന്നേ പറയുള്ളൂ, ഇവരൊന്നും കണ്ടിട്ട് ഒരാളും പഠിക്കാതിരിക്കുക. ഇവരൊക്കെ നാട്ടിൽ അടിച്ചോടിക്കുക. ഇവരൊന്നും തലയിൽ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അടിച്ചോടിക്കുക, ഒറ്റപ്പെടുത്തുക, അത്രേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ഫോണ് വല്ലാത്തൊരു സംഭവം. കാരണം ഫോണിൽ ഇപ്പോൾ ചെറിയ മക്കളടക്കം ഫോൺ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവന്മാരുടെ പേജ് മാത്രമാണെങ്കിൽ ഇത് അൺഫോളോ ചെയ്യാമെന്ന് വിചാരിക്കുക. അത് എല്ലാവിധ ചാനലുകാരും എല്ലാം ഇപ്പോൾ ഒരു യൂട്യൂബ് ഒരു ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ വരുന്നത് വേറെ കാര്യങ്ങളാണ്. ഏതൊക്കെ ചാനൽ, ഏതൊക്കെ പേജ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ നായിൻ്റെ മക്കളൊക്കെ ഒറ്റപ്പെടുത്തുക, ആരെടുത്ത് തലയിൽ വെക്കാതിരിക്കുക. യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫോൺ നമ്മുടെ അല്ലേ, ആവശ്യമില്ലാത്തവരെ ഫോളോ ചെയ്യാതിരിക്കുക. ഇങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ആരെങ്കിലും അൺഫോളോ ചെയ്യുക, ഒക്കെ ചെയ്യുക. ഓക്കെ.